എൻ്റെ ചേച്ചി ഇന്ന് വരണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി ദൂരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരാത്താണ്. ഈ കഴിഞ്ഞ ഡിസംബറിൽ പെട്ടെന്ന് ഞാൻ ഒരു പ്രാവശ്യം ഷെയർ ചെയ്തായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ പെട്ടെന്ന് ചേച്ചി ഇങ്ങനെ ബോധം കെട്ട് കുഴഞ്ഞു വീണു. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് സ്ട്രോക്കാണ്, പെട്ടെന്ന് വലിയ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അടിമാലിയിലൊരു ആശുപത്രി ചെന്നപ്പോൾ അവിടെ ഡോക്ടറില്ല. പിന്നെ തൊടുപുഴ വന്നു. 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ആംബുലൻസിൽ കൊണ്ടുവന്നു. വഴിനീളെ ബോധം ഇങ്ങനെ വിട്ട് പോകുമായിരുന്നു. അപ്പോൾ വഴിനീളെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണകളെ ചേച്ചിക്ക് സൗഖ്യം കിട്ടണമെന്ന്. അങ്ങനെ പറഞ്ഞ് ഇവിടെ തൊടുപുഴ ആശുപത്രി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ CT സ്കാനും മൊത്തം ടെസ്റ്റൊക്കെ ചെയ്തു. ഡോക്ടർ പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന. ചേച്ചി എഴുന്നേറ്റ് നല്ലതായിട്ട് നടന്നു. അന്നേരം ദൈവം ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. ആംബുലൻസ് മൊത്തം അവിടെ നിന്ന് ഇവിടം വരെ 2-2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണകളെ ചേച്ചിക്ക് സൗഖ്യം വന്നെന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുകയാണ്, സഹോദരിയുമായിട്ട് ഹോസ്പിറ്റലിൽ സ്ട്രോക്ക് വന്ന് കൊണ്ടുവരുമായിരുന്നു. ആ 2-2.5 മണിക്കൂർ അവിടെ നിന്ന് കൽപ്പിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു കൽപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഇത് സൂമിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിക്ക് അത് അയച്ചു കൊടുത്തു. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് അത് അയച്ചു കൊടുത്തപ്പോൾ ചേച്ചി അത് കേട്ടപ്പോൾ ഇങ്ങനെ ക്ഷീണം എല്ലാം കംപ്ലീറ്റ്ലി പെട്ടെന്ന് അങ്ങോട്ട് മാറിയെന്ന് ചേച്ചി പറയാം. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ പിന്നെയും ചേച്ചിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. പെട്ടെന്ന് പിന്നെ ICUയിലാക്കി. അപ്പോൾ ഞാൻ ബ്രദറിന് എഴുതിയായിരുന്നു. അപ്പോൾ ബ്രദർ ഒരു വോയിസ് മെസ്സേജിൽ പ്രെയർ അയച്ചായിരുന്നു. അപ്പോൾ അത് ചേച്ചിയെ കേൾപ്പിച്ചു. അത് ചേച്ചി സുഖമായി ഡിസ്ചാർജ് ആയാൽ വീട്ടിൽ വന്നു. ഇപ്പം കുറച്ച് ക്ഷീണം കാലം നീരുമൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റാത്ത, എൻ്റെ കൂടെ വരാനിരുന്നായിരുന്നു. അടുത്ത പ്രാവശ്യം കർത്താവ് കൂട്ടി വരുത്തിയിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മളൊരു വ്യക്തിയെ മരണത്തിൽ നിന്നാണ് യേശുവിൻ്റെ വചനത്തിലൂടെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നത്. നന്ദി കർത്താവേ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി ഇതുപോലെ കൽപ്പിച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി പോവാം. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.